ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ക്യാപ്റ്റനായി ബിഗ് ബോസ് വീട്ടിൽ കോമണർ മത്സരാർത്ഥിയായി എത്തിയ അനീഷ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 7ൻ്റെ പണി എന്ന ടാഗ് ലൈനോടുകൂടി ഈ വർഷം ആരംഭിച്ചിരിക്കുന്ന സീസൺ 7 വളരെ അപ്രതീക്ഷിതമായ ബിഗ് ബോസിൻ്റെ ഒരു ടെസ്റ്റിലൂടെയാണ് അനീഷ് വീട്ടിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബിഗ് ബോസ് ഉച്ചയ്ക്ക് മത്സരാർത്ഥികളെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി വിളിക്കുന്നു. ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് ഇതാണ്: ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻ ആകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിക്ക് അവിടെ ലഭ്യമാകുന്ന ഷേവിംഗ് ക്രീം ഒരു പേപ്പർ പ്ലേറ്റിൽ നിറച്ച് അവരുടെ മുഖത്ത് പുരട്ടുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയം മുതൽ അനീഷിൻ്റേതായ രീതിയിൽ പ്ലേ പുറത്തെടുത്ത് തുടങ്ങിയിരുന്നു. ഓരോരുത്തരെയും നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാനും ഒന്നുകിൽ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് പോകാൻ അനീഷ് ശ്രമിച്ചിരുന്നു. അത് നല്ലൊരു രീതിയിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ചിലരുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ അത് കൂടുതൽ ബലപ്പെട്ടു. രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞവർക്ക് തിരികെ മറുപടി കൊടുക്കാതിരുന്നതുൾപ്പെടെ ഇങ്ങനെ പല രീതിയിൽ പലരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെല്ലാം വളരെ സജീവമായി മുന്നോട്ട് വരുന്നതിനിടയ്ക്കാണ് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബിഗ് ബോസിലെ റൂൾ ബുക്കുകൾ ഓരോരുത്തരായി വായിച്ച് എല്ലാവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ അതിൻ്റെ ചില സെൻറ്റൻസുകൾ വായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒഴുക്കോടുകൂടി മലയാളം വായിക്കാൻ ആര്യന് കഴിയുന്നില്ല. ഈ സമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അനീഷ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മലയാളം ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം അവിടെ കൂടിയിരുന്നവരിൽ പലരും അനീഷിനെതിരെ തിരിയുന്നുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷ് എല്ലാവരെയും. അനീഷിൻ്റെ ആർട്ട് സ്ട്രാറ്റജിയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മറ്റെല്ലാവരും വീണു എന്ന് പറയുന്നതായിരിക്കും ഒരർത്ഥത്തിൽ ശരി. അതൊരു വലിയ വാക്തർക്കത്തിലും മറ്റുമായി. അതിനുശേഷം അനീഷ് ആരോടും സംസാരിക്കില്ല എന്ന നിലപാടെടുത്ത് ബിഗ് ബോസ് വീട്ടിൽ കുറേ സമയം ചെലവഴിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന സമയത്താണ് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി വിളിക്കുന്നതും. അനീഷിൻ്റെ ഗെയിമിൻ്റെ ഏകദേശ പ്രകൃതം കണ്ടാൽ കഴിഞ്ഞ സീസണിലെ രതീഷിൻ്റെ ഗെയിമിനോട് ഏകദേശം സാദൃശ്യമുള്ള രീതിയിൽ എല്ലാവരെയും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റൈലിലേക്കാണ് അനീഷ് വളർന്നു വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ സംഭവങ്ങളുടെ എല്ലാം ഒരു എഫക്റ്റ് എന്ന രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ നിലവിലുള്ള 19 മത്സരാർത്ഥികളും അവരുടെ ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പേർ ക്യാപ്റ്റൻ ആവാൻ അർഹതയില്ല എന്ന് പറഞ്ഞത് അനീഷിനെ കുറിച്ചായിരുന്നു. ഇത് തീർച്ചയായും ബിഗ് ബോസ് സീസൺ 7 പണി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറയുന്നു, നിങ്ങളുടെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായി അനീഷിനെ തിരഞ്ഞെടുക്കുന്നുവെന്ന്. സത്യത്തിൽ അനീഷ് പോലും ഞെട്ടിപ്പോയി. അനീഷ് ഞെട്ടിപ്പോകാൻ 2 കാര്യമുണ്ട്. ഒന്ന്, അനീഷിൻ്റെ ഗെയിമിൻ്റെ സ്ട്രാറ്റജി നല്ല രീതിയിൽ മാറ്റേണ്ടി വരും എന്നതാണ് അതിനകത്തെ പ്രധാന കാര്യം. കാരണം അനീഷിന് ഇനി വീട്ടിലെ എല്ലാവരോടും സഹകരിച്ചും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇടപെട്ടും പരിഹരിച്ചും ഒക്കെ മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ തൻ്റെ ഗെയിം ഇപ്പോൾ നിലവിൽ തുടങ്ങി വെച്ചിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് അതിനകത്തെ പ്രധാന കാര്യം. ഈ ഒരൊറ്റ ട്വിസ്റ്റിലൂടെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളെയും ഞെട്ടിച്ചു എന്നതാണ് ശരി. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പേർ ക്യാപ്റ്റൻ ആവരുത് എന്ന് ആഗ്രഹിച്ചയാൾ അവരുടെ ആദ്യ ക്യാപ്റ്റനായി മാറി. മറുവശത്ത് ബിഗ് ബോസ് കളിച്ച മറ്റൊരു കളി എന്താണ് എന്നാൽ അത് അനീഷിൻ്റെ ഗെയിമിനെതിരെയാണ്. അനീഷിൻ്റെ ഗെയിം വളരെ ഇറിറ്റേറ്റിംഗ് ആയുള്ളൊരു ഗെയിം സ്റ്റൈലായി ആ അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയതോടുകൂടി അനീഷിന് തൻ്റെ ഗെയിം കുറച്ചു കാലത്തേക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ഗതി ഒന്ന് മാറ്റേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഗെയിം പുറത്തെടുക്കേണ്ടി വരികയോ ചെയ്യും. മാത്രമല്ല ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടൻറ്റുകൾ ഒരു ഇറിറ്റേഷൻ മൂഡിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാകുന്നത് തടയാൻ ബിഗ് ബോസിന് കഴിഞ്ഞു. ഒപ്പം അനീഷിൻ്റെ ഗെയിം വളർന്ന് ഒരു പ്രശ്നാന്തരീക്ഷം ബിഗ് ബോസ് വീട്ടിൽ സൃഷ്ടിക്കുന്നത് തടയാനും ബിഗ് ബോസിന് കഴിഞ്ഞു. മറ്റൊരു കാര്യം, കോമണർ മത്സരാർത്ഥിയായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയതാണ് അനീഷ്. അപ്പോൾ അനീഷ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇത്രയും പേര് അനീഷിനെതിരായതുകൊണ്ട് തന്നെ അനീഷ് നോമിനേഷനിൽ വരാനും ഇത്തവണത്തെ വോട്ടിങ്ങിൽ ഒരു പക്ഷേ പ്രേക്ഷക വിധി എതിരാണെങ്കിൽ പുറത്തു പോകാനും സാധ്യതയുണ്ട്. ഒരു കോമണറായി വന്ന മത്സരാർത്ഥി ആദ്യ ആഴ്ച തന്നെ പുറത്തേക്ക് പോകുന്നു എന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ അദ്ദേഹം ക്യാപ്റ്റൻ ആയതോടുകൂടി അദ്ദേഹം നോമിനേഷൻ ഫ്രീ ആയതോടെ ഏതായാലും 2 ആഴ്ച അദ്ദേഹം ഈ വീട്ടിലുണ്ടാകും എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം, ബിഗ് ബോസ് വീട്ടിലെ കൂടുതൽ ആളുകളുടെയും കോമൺ എതിരാളിയാണ് ഇപ്പോൾ അനീഷ്. അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടമില്ലാത്ത ഒരാൾ ക്യാപ്റ്റനായിരിക്കുമ്പോൾ അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും അത് സപ്രസ് ചെയ്ത് മുന്നോട്ട് പോകാനും അത് വലിയ വലിയ ഇഷ്യൂകൾക്ക് ഭാവിയിൽ കാരണമാകാനുമുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരു തരത്തിലുള്ള കണ്ടൻറ്റുകൾ സൃഷ്ടിക്കപ്പെടാനും ഗെയിമിൻ്റെ ഗതി തന്നെ മാറ്റാനും ബിഗ് ബോസിൻ്റെ ഈ തീരുമാനത്തിലൂടെ കഴിഞ്ഞു. അങ്ങനെ ഒരേ ഒരു തീരുമാനം കൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് സാധിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 7ൻ്റെ പണിയിലൂടെ ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ കളിച്ചിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യും.